ക്രിക്കറ്റിന് സമീപകാലത്തായി ലഭിച്ച ഏറ്റവും പ്രതിഭാധനനായ കളിക്കാരനാണ് യശസ്വി ജയ്സ്വാൾ. ഇപ്പോൾ നടന്നുവരുന്ന ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയ്ക്ക് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഭാവി ഇന്ത്യൻ ക്രിക്കറ്റിനെ ഭരിക്കാൻ പോകുന്ന 3 യുവതാരങ്ങളുടെ പേരുകൾ പരാമർശിച്ചതിൽ ഒരാൾ ജയ്സ്വാൾ ആയിരുന്നു. രോഹിത്തിനൊപ്പം ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണിംഗ് പങ്കാളിയായി യുവതാരം മാറിയിട്ടുണ്ട്. അടുത്തിടെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു സ്വകാര്യ വീഡിയോയിൽ സീനിയർ ഇന്ത്യൻ താരം ആർ അശ്വിനും ജയ്സ്വാളിന്റെ കുട്ടിത്തത്തെക്കുറിച്ചും പ്രതിഭയെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച പ്രതിഭകളിൽ ഒരാളായ ഇന്ത്യയുടെ സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡ് തകർത്താണ് 22-കാരൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ജയ്സ്വാൾ 2023-ലാണ് ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. ദേശീയ ടീമിനായി ആദ്യ 10 മത്സരങ്ങൾക്ക് കളിച്ച് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഗവാസ്കറിന്റെ റെക്കോർഡാണ് ജയ്സ്വാൾ സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. അരങ്ങേറ്റം കുറിച്ചത് മുതൽ യുവതാരം മികച്ച ഫോമിലാണ്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ അവിഭാജ്യ ഘടകമായി അദ്ദേഹം മാറി. നിലവിൽ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും മികച്ച സാധ്യതയുള്ള ഭാവി താരങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ബംഗ്ലാദേശിനെതിരെ ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന 1-ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ജയ്സ്വാൾ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. 118 പന്തിൽ 56 റൺസ് നേടിയ ജയ്സ്വാൾ മാത്രമാണ് മുൻനിര ബാറ്റർമാരിൽ തിളങ്ങിയത്. എന്നാൽ 2-ാം ഇന്നിംഗ്സിൽ അദ്ദേഹം 10 റൺസുമായി കളമൊഴിഞ്ഞു. 2-ാം ഇന്നിംഗ്സിൽ കാര്യമായി ഒന്നും നേടാനായില്ലെങ്കിലും 51 വർഷം മുൻപ് ആദ്യ 10 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 978 റൺസ് നേടിയ സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡ് തകർക്കാൻ ജയ്സ്വാളിന് കഴിഞ്ഞു. 10 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 1094 റൺസാണ് യുവതാരം നേടിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ആദ്യ സെഞ്ചുറി. ഇതിനകം 3 സെഞ്ചുറികളും 4 അർദ്ധ സെഞ്ചുറികളും കുറിച്ചു കഴിഞ്ഞു. ചെന്നൈ ടെസ്റ്റിൽ 2 ദിവസം പൂർത്തിയായപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ വ്യക്തമായ ആധിപത്യം നേടിക്കഴിഞ്ഞു. ജസ്പ്രീത് ബുംറയുടെ തീപ്പൊരി ബോളിംഗിൽ ബംഗ്ലാദേശ് വെറും 149 റൺസിന് പുറത്തായതോടെ ഇന്ത്യക്ക് 227 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡായി. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഫോളോ ഓൺ നിർബന്ധമാക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 81 റൺസ് എടുത്തതോടെ 308 റൺസ് ഓൾ ഓവർ ലീഡ് ചെയ്തു. ഇന്ന് ആദ്യ ടെസ്റ്റിൽ 2-ാം ഇന്നിംഗ്സ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 287 എന്ന സ്കോറിൽ ഇന്ത്യ ഡിക്ലെയർ ചെയ്തു. നേരത്തെ 227 റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 2-ാം ഇന്നിംഗ്സ് സ്കോർ കൂടി ചേർത്ത് 515 റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യ എതിരാളികൾക്ക് നൽകിയത്. 2.5 ദിനത്തെ കളി ബാക്കിയുള്ളപ്പോൾ ഇന്ത്യ 2-ാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. ഈ ഡിക്ലറേഷൻ കുറച്ച് വേഗത്തിലായെന്നും ടീം കാണിച്ചത് അബദ്ധമായെന്നും സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ കുറിച്ചു. അതേസമയം ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലറേഷൻ വേഗത്തിലാക്കിയത് മത്സരം നടക്കുന്ന ചെന്നൈയിലെ കാലാവസ്ഥാ പ്രവചനം കണക്കിലെടുത്താണെന്നാണ് സൂചന. മത്സരത്തിന്റെ 4-ാം ദിനമായ ഞായറാഴ്ചയും 5-ാം ദിനമായ തിങ്കളാഴ്ചയും ചെന്നൈയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മത്സരം ഈ ദിനങ്ങളിൽ മഴയെ തുടർന്ന് പൂർണ്ണമായി മുടങ്ങാൻ സാധ്യതയില്ല. എന്നാൽ റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തതിനാൽ ഇന്ത്യ ഇന്നിംഗ്സ് വേഗം ഡിക്ലെയർ ചെയ്ത് ബംഗ്ലാദേശിനെ 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് വിടുകയായിരുന്നു.